എടാ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഒരാൾ പൈസ മേടിച്ച് അയാൾ റിവ്യൂ ചെയ്താൽ അയാളുടെ ക്രെഡിബിലിറ്റി അതോടെ തീർന്നില്ലേ? കോക്കിനെ വിശ്വസിച്ച് റിവ്യൂ ചെയ്യുന്നവരെല്ലാം കോക്കിന്റെ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ കോക്കിന്റെ ഒരു തോട്ട് ഇത് വെച്ചിട്ട് അളന്നിട്ടാണ് അവർ സിനിമയെ വിലയിരുത്തുന്നത്. ഓരോരുത്തരും റിവ്യൂ കാണുമ്പോൾ അങ്ങനെയാണ്. ഇപ്പൊ ഒരാൾ കാശ് മേടിച്ച് റിവ്യൂ ചെയ്ത അയാൾ അതോടെ തീർന്നില്ലേ? അല്ലെങ്കിൽ പിന്നെ അശ്വന്ത് കോക്കിന്റെ അവസാനത്തെ റിവ്യൂ ആയിരിക്കണം, പൈസ മേടിച്ചിട്ട് ലാസ്റ്റത്തെ റിവ്യൂ ആയിരിക്കണം, അതോടെ നിർത്തണം. സോഷ്യൽ മീഡിയയിൽ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയാത്ത ഒരു കാലത്ത് ഈ സ്വാതന്ത്ര്യം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ഒരു മനുഷ്യനാണ് അശ്വന്ത് കോക്ക് എന്ന് പറയുന്നത്. SFCയുടെ ചരിത്രമോ എത്ര നാൾ മുന്നേ തുടങ്ങിയൊന്നും നിങ്ങൾക്കറിയില്ല, പുതിയ തലമുറയ്ക്ക് അറിയില്ല. 10-15 കൊല്ലം, ഒരു 12-15 കൊല്ലത്തിന് മുന്നേ സ്റ്റാർട്ട് ചെയ്ത സംഭവമാണിത്. അന്ന് കാലത്ത് സ്വാതന്ത്ര്യമില്ലായിരുന്നു. അന്നത്തെ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ പിള്ളേർക്ക് സംസാരിക്കാനുള്ള അവകാശമില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ കൊച്ചു പയ്യനെ പോടാന്ന് പറയും, നമ്മളെ റിമൂവ് ചെയ്ത് കളയും. പിന്നെ ആരെയും ട്രോളാനൊക്കത്തില്ല, ആരെക്കുറിച്ചും മോശം പറയാനൊക്കില്ല, മോശമായിട്ടൊരു വാക്ക് പറയാനൊക്കില്ല. തെറി പോയിട്ട് ഒരു പോടാ ഇടാ പോലും വിളിക്കാൻ പറ്റില്ല. എന്തിനാണ് പോടാ ഇടാ വിളിക്കുന്നത്? ഒന്നിനും സ്വാതന്ത്ര്യമില്ല. ഒരു സോഷ്യൽ മീഡിയയിലും ഇല്ല, ഗ്രൂപ്പിനകത്തും ഇല്ല, ഒന്നിനുമില്ല. എല്ലാം കിളവന്മാരുടെ ഒരു കാലമായിരുന്നു. ആ കാലത്ത് എന്തിനേയും ഏതിനേയും വിമർശിക്കാൻ, ആരെയും ട്രോളാനും എല്ലാ മീമും അന്ന് തുടങ്ങിയ ഗ്രൂപ്പാണ് FFC ഗ്രൂപ്പുകൾ. അത് ഡെവലപ്പായി വളർന്നു, അത് സ്വാതന്ത്ര്യം അനുഭവിച്ചു തുടങ്ങി. ഞങ്ങൾ ഞങ്ങളുടേതായ കാര്യങ്ങളെല്ലാം അതിനകത്ത് ചെയ്തു. അങ്ങനെ കുറച്ച് ഓവറായി പോയി, ആ സാധനം കുറച്ച് ഓവറായി പോയി. ഈ പറഞ്ഞ അയ്യങ്കാളി ആരാണെന്ന് അറിയാത്ത, കറുത്തിരിക്കുന്നുണ്ട്, കരിവാണം എന്നൊക്കെ വിളിച്ച് കേസുകളും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെയാണ് FFC ഗ്രൂപ്പുകളൊക്കെ സ്പ്ലിറ്റ് ആയത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സ്വാതന്ത്ര്യം ഓവറായിട്ട് ആഘോഷിച്ചു. അതാണ് ശരിക്കും FFCയുടെ ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം. സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലത്ത് സ്വാതന്ത്ര്യം മേടിച്ചു തന്ന ഈ ഒരു മനുഷ്യൻ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ വികാരങ്ങൾ ചിലപ്പം അണപൊട്ടിയെന്നിരിക്കും, ചിലപ്പോൾ ചില പ്രത്യേക അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചെന്നിരിക്കും. അതിനെ കൂടുതൽ പരിഹസിക്കേണ്ട അദ്ദേഹത്തിന്റെ ആത്മരോഷമാണ്, അദ്ദേഹത്തിന്റെ വികാരമാണ്, അദ്ദേഹത്തിന്റെ മാത്രം ഇഷ്ടമാണ്.